അച്ഛന്റെ അന്നത്തെ വാശിക്കുണ്ടാക്കി വെച്ച വിൽപ്പത്ര. അതില് ചെറിയച്ഛനും ഒരു പങ്കുമില്ല. അദ്ദേഹം അതിലുള്ള സത്യങ്ങളെ തുറന്നു പറഞ്ഞു എന്ന് മാത്രം. വീണ്ടും വീണ്ടും അത് പറയേണ്ട പാർവതി. ഞങ്ങളത് വിശ്വസിച്ചു. ഇനി ഞാനോ എന്റെ മക്കളോ ഒരവകാശവും ചോദിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല. അങ്ങനെ വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അനന്തേട്ട, ഈ തറവാട്ടിലെ ലക്ഷ്മിക്കുള്ള ഷെയർ അവളുടെ മക്കൾക്കും കൂടി അവകാശമുള്ളതാ, അല്ലാതെ ഔദാര്യമല്ല. അത് അവർക്ക് തന്നെ കിട്ടണമെന്നുള്ളതാ എന്റെ അമ്മയുടെ ആഗ്രഹം. അച്ഛനിപ്പോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പണ്ടെഴുതി വെച്ചത് അച്ഛൻ തന്നെ തിരുത്തുമായിരുന്നു. അതിനി നടക്കാത്ത കാര്യമായതുകൊണ്ട് അനന്തേട്ടൻ ലക്ഷ്മിയുടെ ഷെയറിന് വേണ്ടി കോടതിയെ സമീപിക്കണം. കോടതി സമീപിക്കാനോ? എന്തിന്? അമ്മയ്ക്കും പാർവതിക്കും ലക്ഷ്മിയുടെ ഷെയർ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഗൽ അഡ്വൈസറെ അതറിയിച്ച് ആ വിൽപത്രം അസാധുവാക്കിയ പോരെ? അല്ല, അത് മതിയായിരുന്നു. പക്ഷെ ആ വിൽപത്രത്തിന്റെ കാര്യം എന്റെ ഹസ്ബൻഡും മകനും അറിഞ്ഞു. അത് റദ്ദ് ചെയ്യാൻ അവരനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ അമ്മയുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. എന്നാൽ ലക്ഷ്മിയുടെ അവകാശം നിങ്ങൾ കോടതിയിൽ തെളിയിച്ച അർഹമായ ഷെയർ നൽകാൻ കോടതി വിധിക്കും. പിന്നെ എന്റെ ഭർത്താവിനും മകനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ലീഗലായിട്ട് നീങ്ങണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമുക്ക് അങ്ങനെ നീങ്ങാച്ച. എത്രയും വേഗം കേസ് കൊടുക്കാം. മുത്തശ്ശിയുടെയും കുഞ്ഞമ്മയുടെയും സപ്പോർട്ട് നമുക്കുണ്ടല്ലോ. എത്ര കാലം കേസ് നടത്തിയാലാണ് ഇതിനൊരു വിധി ഉണ്ടാവാന്ന് നിനക്കറിയോ അമ്പലി? ഒരു കേസ്. അതുമാത്രമല്ല, കേസ് നടത്താൻ എത്ര പണം ആവശ്യം വരും? അമ്മാവൻ ഇങ്ങനൊരു ആവശ്യമായിട്ട് വന്നത് തന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ലെന്ന് ഓർത്താ. കല്യാശ്ശേരി തറവാടിന്റെ സമ്പത്ത് കണ്ടിട്ടല്ല പാർവതി ഞാൻ അന്ന് ലക്ഷ്മിയെ സ്വന്തമാക്കിയത്. അവളുടേതായ ഒന്നും സ്വന്തമാക്കണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ സ്വത്തിന് വേണ്ടി കേസിന് പോകാൻ ഈ അനന്തം മാഷ് തയ്യാറല്ല. അത് തമ്പായോടും അമ്മയോടും പറഞ്ഞേക്ക്. വടാ.